മോഡിഫിക്കേഷനെ കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത കമ്മീഷണർ സമിതിക്ക് നേതൃത്വം നൽകും. ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും അംഗങ്ങൾ. 2 വിഭാഗങ്ങളായി തരംതിരിച്ചു പഠനം നടത്തും. ഫീസ് അടച്ചു നടത്താൻ കഴിയുന്ന മോഡിഫിക്കേഷനുകൾ പരിശോധിക്കുന്നതുമാണ്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കാനുള്ള കാരണം വിശദമാക്കി ശ്വേതാ മേനോൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നടി വിശദീകരണം നടത്തിയത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തിഹത്യയും വ്യക്തി അധിക്ഷേപവും തുടർച്ചയായി നേരിട്ടപ്പോൾ നിലപാടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്മയിൽ നിന്നും രാജിവെക്കാനാണ് താൻ തീരുമാനിച്ചതെന്നും ആ തീരുമാനം ബലഹീനത കൊണ്ടായിരുന്നില്ല, ആത്മാഭിമാനം കൊണ്ടായിരുന്നുവെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. കേരളത്തിൽ പകർച്ചവ്യാധികൾ പടരുന്നു. ഇന്ന് 159 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 5 ജില്ലകളിലായി 15 പേർക്ക് ഷിഗല്ല രോഗവും സ്ഥിരീകരിച്ചു. കൂടാതെ 22 പേർക്ക് എലിപ്പനിയും 23 പേർക്ക് മഞ്ഞപ്പിത്തവും 4 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. ഇറാനിലെ സൈനിക ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം US സെനറ്റ് പാസാക്കി. ഇറാനുമായി ദീർഘകാല കരാറിനെക്കുറിച്ച് ചർച്ച നടത്താൻ വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം. ഇറാന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക അധികാരങ്ങൾ പരിമിതപ്പെടുത്തണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം.